السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون. قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. ولو أن للذين ظلموا ما في الأرض جميعا ومثله معه لافتدوا به من سوء العذاب يوم القيامة وبدا لهم من الله ما لم يكونوا يحتسبون. സൂറത്തു സുമറിലെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഇതിലുള്ളത്. മറ്റു സൂറത്തുകളിലുള്ളതിനേക്കാളും കുറച്ചധികം തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവസാനം ആഖിറത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സുമർ എന്ന് കേൾക്കുമ്പോൾ രണ്ട് വിഭാഗത്തെ പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. സുമർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ, സുമർ എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടം എന്നാണ്. ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് രണ്ട് കൂട്ടം ആളുകൾ പരലോകത്തിലുണ്ടാകും. ഒരു കൂട്ടം സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടം നരകത്തിലേക്കും. അപ്പം ആ സുമർ എന്നുള്ള പേര് തന്നെ നമ്മളിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. ഞാൻ ഏത് സുമ്രത്തിലാണ് ഉള്ളത് എന്ന്. സുമ്രത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് സുമ്ര. അപ്പോൾ ഇതിൽ തൗഹീദിൽ കൂടി പോയാലേ പരലോകത്തെത്തുകയുള്ളൂ എന്നതാണ് ഈ സൂറത്തിൻ്റെ ഒരു ആകത്തുക. തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും അതൊരു വിവാദ വിഷയമാണ് ഇസ്ലാമിൽ തൗഹീദ് എന്നിടത്താണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിൽ തൗഹീദ് പറഞ്ഞാൽ അതൊരു വിവാദ കാര്യമാണ്. ഒരു കൂട്ടർ തൗഹീദ്, വേറൊരു കൂട്ടർ ശിർക്ക് എന്ന് പറയുന്നു എന്നുള്ളത്. അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. അത് പിന്നീട് വിവാദമായി മാറിയതാണ്. നമുക്കറിയാലോ, തൗഹീദ് എന്ന് പറഞ്ഞാൽ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാധ്യനായ അള്ളാഹു ഒന്നേ ഉള്ളൂ എന്നതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞത് തൗഹീദാണ്. അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്നതാണ്. എല്ലാ നബിമാരുടെയും പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. കുറച്ച് നബിമാരുടെ പ്രാർത്ഥനകൾ ഇല്ല. 25 നബിമാരുടെ കൂട്ടത്തിൽ ചില നബിമാരുടെ, ഇപ്പം ഇല്യാസ് അലൈഹിസ്സലാം പോലുള്ള നബിമാരെ പറ്റിയൊക്കെ ഖുർആനിൽ 1-2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മറ്റു പല നബിമാരുടെയും പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന. കാരണം ആരാധന അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ
എന്ന് അവർ പറഞ്ഞപ്പോൾ ആരാധനയുടെ കൂട്ടത്തിലാണ് ദുആ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയും ശിക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചവനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ആ രീതി നോക്കിയാൽ ചെറിയ കാര്യത്തിന് പോലും നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും പഠിച്ചോനെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ മുഴുവനും എടുത്തു നോക്കിയാൽ അള്ളാഹുവേ അള്ളാഹുമ്മ എന്നോ റബ്ബന എന്നേ കാണുള്ളൂ. വേറെ അതിൻ്റെ മുമ്പുള്ള നബിമാരോടോ ഒന്നും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയുടെ മക്കളാണ് അമ്പിയാക്കന്മാരിൽ വലിയൊരു വിഭാഗം. ആ മക്കളായ ഒരു നബിമാരും വലിയ പിതാവായ അബുൽ-അംബിയാ എന്ന് പറയുന്ന പിതാക്കന്മാരുടെ പിതാവ്, അമ്പിയാക്കന്മാരുടെ പിതാവ് എന്ന് പറയുന്ന ഇബ്രാഹിം നബിയോട് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി ആദം നബി അലൈഹിസ്സലാം വേറെ ആരോടും പ്രാർത്ഥിച്ചിട്ടല്ല, അള്ളാഹുവിനോടേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന അള്ളാഹ് എന്നല്ലാണ്, റബ്ബനാന്നോ അള്ളാഹാണ്. ഖുർആനിൽ ഇപ്പോൾ സൂറത്ത് ആല ഇമ്രാനിലൊക്കെ കുറേ പ്രാർത്ഥനകളുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കും. ഇപ്പോൾ ഖുർആനിൽ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എല്ലാ പ്രാർത്ഥനയും അല്ലാഹുമ്മ എന്ന പതിയിലും വരുന്നുണ്ട് പ്രാർത്ഥന. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി എന്ന് പറയുന്നത്. ഒന്നുകിൽ അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അതേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് തൗഹീദ്. ഇനി മുസ്ലിങ്ങളായ നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ച പ്രാർത്ഥനകളുണ്ട്, നിർബന്ധമായി കൽപ്പിച്ച പ്രാർത്ഥനകളാണ് നിസ്കാരത്തിലുള്ളത്. നിസ്കാരത്തിലാണ് നിർബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥനകളും അല്ലാഹ് എന്നോ റബ്ബന എന്നോ അല്ലാത്ത മറ്റൊന്നുമില്ല. ഹജ്ജിലും നോമ്പിലും അതുപോലെ സക്കാത്ത് കൊടുക്കുമ്പോഴും സക്കാത്ത് കിട്ടുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം കാര്യത്തിലൊക്കെ. അതിലൊക്കെ റബ്ബനാന്നോ അല്ലാഹുമ്മാന്നോ അല്ലാഹു ലില്ലാഹിന്നോ ലിറബ്ബിനാന്നോ അല്ലാത്ത വേറെ പ്രാർത്ഥനയില്ല. എല്ലാ പ്രാർത്ഥനയും ഇപ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ഹജ്ജിൻ്റെ ഒക്കെ ആ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ അലി റബ്ബനാന്നേ കാണുന്നുള്ളൂ. അതാണ് നമ്മളുടെയൊക്കെ ഇബാദത്ത്. ഇനിയിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ കണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹിയാന ബഅദ മാ അമാതന, അവിടെ പ്രാർത്ഥനയാണ്. നേരെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയാണ്, അവിടുന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയാണ്, ഒളു എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്, പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയാണ്, അല്ലേ, വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറുമ്പോൾ വണ്ടിമ കയറുമ്പോൾ പ്രാർത്ഥനയാണ്, ഈ പള്ളി ഇറങ്ങുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയാണ്, അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥനയാണ്. നമുക്കൊരു ഇടിവെട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു കാറ്റ് കണ്ടാൽ പ്രാർത്ഥന ഉണ്ട്, തുണി കുപ്പായം ഉടുക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനകളുണ്ട്, ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും പ്രാർത്ഥന ഉണ്ട്, അവസാനം കിടന്നുറങ്ങുമ്പോഴും പ്രാർത്ഥനയാണ്. ഒക്കെ അല്ലാഹുമ്മ റബ്ബന. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട്, അതാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തൗഹീദ്. ഇതിൽ ആരും തർക്കിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു പാർട്ടി, തൗഹീദിൻ്റെ ഒരു പാർട്ടി എന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പള്ളികളൊക്കെ മസ്ജിദ് തൗഹീദ് എന്ന് പേരിടണമെന്നൊന്നുമില്ല. എല്ലാ പള്ളിയും വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹ്ക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് പള്ളി, അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷേ സമൂഹം പിൽക്കാലത്ത് മാറി 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 എവിടെ എത്തി? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നുള്ളയിടത്ത് എത്തി. അവിടെയാണ് തൗഹീദ് ഒരു തർക്ക വിഷയമായത്. അപ്പോൾ ആ വിഷയത്തെ പറ്റിയാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാ ദുഃഖിറല്ലാഹു, ദുഃഖിറ ദിക്ർ എന്നൊക്കെ പറഞ്ഞാൽ പറയാന്നാണ്. അള്ളാഹുവിനെ പറ്റി ദുഃഖിറ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, അകർമ്മകമായിട്ടാണ്. ദക്കറ പറഞ്ഞു, ദുഃഖിറ പറയപ്പെട്ടു. ഇതാ ദുഃഖിറല്ലാഹു, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, അതായത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, അള്ളാഹു പറഞ്ഞത്,
അള്ളാഹുവിനുള്ള ആരാധന, അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നിങ്ങനെ അള്ളാഹുവുമായി മനുഷ്യൻ ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, പറയപ്പെടുകയാണെങ്കിൽ, അത് നബിയാവട്ടെ, ഇനി സഹാബിമാരാവട്ടെ, ഇനി നമ്മളൊക്കെ തന്നെ ആവട്ടെ, ഒരാളോട് അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിനെ മാത്രമേ, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ നീ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അള്ളാഹു മാത്രമാണ് നിന്നെ രക്ഷപ്പെടുത്തുന്നവൻ. അള്ളാഹുവിനോട് മാത്രമേ നീ പ്രാർത്ഥിക്കാവൂ. അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമാണ് ലോകത്ത് നടപ്പിലാകുക. അങ്ങനെ അള്ളാഹുവിനെ മാത്രം എന്ന ആ തൗഹീദിനെ ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് പറയപ്പെട്ടാൽ, ഇസ്മ അസ്സത്ത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഇസ്മ അസ്സ, വെറുക്കും എന്നാണ്. ഇസ്മ അസ്സ എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നുള്ളതാണ്. ഒരു നീരസം തോന്നുക, അല്ലെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിക്കുക, ഇതിനാണ് ഇസ്മ അസ്സ. ഇസ്മ അസ്സത്ത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പ് തോന്നും. ഇവിടെയാണ് നമ്മൾ വിശ്വാസികളാണോ അല്ലേ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടത്. നമ്മളിപ്പോൾ തൗഹീദ് എന്നുകൊണ്ട് പറയുമ്പോഴേക്ക് ഒരു തരം വെറുപ്പ്, അതാണ് ഇസ്മ അസ്സത്ത്. അതിൻ്റെ മറുവശുത വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിൻ്റെ പുറമെയുള്ളവരെ പറ്റി പറയപ്പെട്ടാൽ, അതിന് അള്ളാഹുവിന് മാത്രം എന്നുള്ളതല്ല, ഇന്നാളെ പൊരുത്തത്തിന് വേണ്ടി, ഇന്നോലെടുത്തു നിന്ന് രക്ഷ കിട്ടാൻ, ഇന്നോല് നമ്മളെ രക്ഷപ്പെടുത്താൻ, അങ്ങനെ അള്ളാഹു അല്ലാതെ അവൻ്റെ രക്ഷക്കോ തൃപ്തിക്കോ അനുഗ്രഹത്തിനോ നന്ദിക്കോ വേറെ ഒരാളെയും കൂടിയും അള്ളാഹുവിൻ്റെ കൂടെ, മിൻ ദൂനിഹി, അള്ളാഹുവിൻ്റെ പുറമെ ഒരാളെയും കൂടി പറയപ്പെട്ടാൽ, ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ ഇസ്തിബ്ശാർ, അതായത് പുഞ്ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഇസ്മ അസ്സ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു, മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ, ഇതിനാണ് ഇസ്മ ഇസാസ് എന്ന് പറയാം. ഇടുക്കം, മനസ്സിൻ്റെ ഇടുക്കം, ഇൽഖിബാല് എന്ന് പറയും, ഒരു ഇടുക്കം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ അള്ളാഹുവിൻ്റെ പുറമെ മറ്റുള്ളവരും നമ്മളെ രക്ഷിക്കാനുണ്ട്, മറ്റുള്ളവരുടെയും പ്രീതി നമുക്ക് കിട്ടേണ്ടതുണ്ട്, മറ്റുള്ളവരോടും നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കാം എന്നാണ് പറയുന്നതെങ്കിൽ, അള്ളാഹിനെ ഒഴിവാക്കിയിട്ടല്ല, അള്ളാഹിൻ്റെ കൂടെ വേറുള്ളവരെയും തൃപ്തി നമുക്ക് വേണം എന്ന് പറയപ്പെടുമ്പോൾ ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിക്കുന്നു. ഇത് മനുഷ്യൻ്റെ തൗഹീദിൽ നിന്ന് മനുഷ്യന് അകന്നു പോയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ, സ്വയം തിരിച്ചറിയാനുള്ള അളവുകോലാണ്. അതുകൊണ്ടാണ് ഇസ്മി ഇസാസ്, വെറുപ്പ് പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞാൽ മുഖത്ത് വെറുപ്പ് പ്രകടിപ്പിക്കലല്ല ഈ പറയുന്നത്. അള്ളാഹു തആല കൃത്യമായി ഖുലൂബിലാണ് വെറുപ്പ്. പുറത്തൊരു പക്ഷേ തൗഹീദിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ശരിയൊക്കെ തന്നെയാണ്, അതെല്ലാം വേണ്ടത് നമ്മൾ പ്രകടിപ്പിച്ചേക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ മാത്രം എന്ന് കേട്ടുകൂടാത്ത ഒരു മാനസികമായ അവസ്ഥ, അത് ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. അത് അർ-റിളാബിൽ കുഫ്റുൻ, അർ-റിളാബിൽ കുഫ്രി കുഫ്റുൻ, കുഫ്ർ തൃപ്തിപ്പെടുക എന്നത്, കുഫ്ർ ആവാം എന്ന് തൃപ്തിപ്പെടൽ കുഫ്റാണ്. അതായത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നേർച്ചയും വഴിപാടും നടത്തുന്ന, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നാട്ടിലുള്ള അതിനല്ലേ എന്ന് പറഞ്ഞാൽ അതിനോടുള്ളൊരു റിള, ഒരു രാജിയാവൽ, അല്ലെങ്കിൽ അതായിക്കോട്ടെ എന്ന് പറയൽ കുഫ്റാണെന്ന്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കൽ മാത്രമല്ല, അത് ശരിയാണെന്നോ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നോ അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നത് പോലും കുഫ്റാണെന്ന്. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൽ ഇദാ സമയത്തും ആയാത്തില്ലാഹി എന്ന് തുടങ്ങിയൊരു വചനമുണ്ട്. അതായത് ഖുർആനിൽ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടാൽ യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അതിനെ നിഷേധിക്കുക, അതിനെ പരിഹസിക്കുക, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഫലാ യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പോലും പാടില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചത്. അപ്പോൾ അതാണ്
ആ കുഫറിനോടുള്ള റിള. നേരെ മറിച്ച് കുഫറിനോടുള്ള റിള നമുക്കുണ്ടാവണം. അപ്പോൾ ബാത്തിലിനോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ വരും. ബാത്തിലിനെ ചിലപ്പോൾ നമുക്ക് തടയാൻ കഴിഞ്ഞോളന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിങ്ങൾ തടഞ്ഞേ തീരുമെന്ന് കൽപ്പിച്ചിട്ടുമില്ല. ഒരു തെറ്റ് കണ്ടാൽ നിങ്ങൾക്ക് തടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടുത്തോളി കൈ കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളി, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു വെറുപ്പ് ഉണ്ടാവണം. അതാണ് ഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള മാനസിക വികാസം ഒരാൾക്ക് തരുക, അതാണ് ഇസ്ലാമായി എന്നതിൻ്റെ ലക്ഷണം. നേരെ മറിച്ച് അള്ളാഹു അല്ലാത്തവരോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മനസ്സമാധാനം, അത് മനുഷ്യൻ്റെ കുഫറിൻ്റെയോ ദലാലത്തിൻ്റെയോ ലക്ഷണമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതെ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അതൊക്കെ ഇബ്ലീസിൻ്റെ പ്രമേയമാണ്. ഞാൻ അള്ളാഹ്ക്കല്ലാതെ സുജൂദ് ചെയ്യൂല എന്ന് ഇബ്ലീസാണ് ആദ്യമായി പറഞ്ഞത് എന്നൊക്കെ. അതൊക്കെ ഈ തർക്കത്തിന് വേണ്ടി. തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലെന്തില്ല, ഒരു വിവേകം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ഇബ്ലീസിൻ്റെ പ്രമേയമാണ് എന്ന് പറയുന്നവനും യഥാർത്ഥത്തിൽ കുടുങ്ങിയ കള്ളിക്ക് അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കല്. പക്ഷേ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൽ അതായത് കുഫറിനെ പറ്റി അള്ളാഹു പറയുന്നത്, പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഒരുപാട് തരത്തിലുള്ള കുഫറുണ്ടെന്ന്. ഒന്ന്, അതായത് കുഫർ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പിന്നെ എന്താ പറയുക, കുഫ്റു തക്ദീബ് എന്ന്. അതായത് ഇല്ല, അള്ളാഹുവിനോ ഒരു വിഷയത്തിനെ കള്ളമാക്കുക, വ്യാജമാക്കുക. ഇല്ല, അങ്ങനെ ഒരു അള്ളാഹിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇനി ഉണ്ടായാൽ തന്നെ അതൊന്നും ഒരു അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കഴിവോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരു നിയന്ത്രണമോ ഇല്ല. എല്ലാ കാര്യവും എല്ലാവരൊക്കെ കണ്ട് വീരിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ കാര്യവും ഓരോരോ അബ്ദാലിനും അഖ്താബിനും കുത്തുബുകൾക്കും അബ്ദാലുകൾക്കൊക്കെ വീരിച്ചു കൊടുത്ത് ഓലക്കാണ് ഇപ്പം ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത്. പറഞ്ഞത് കുല്ലയോമിൽ ഹുവ ഫി ഷൈഇൻ. ഓരോ സമയത്തും അവനവൻ്റെ കാര്യത്തിൽ നിയന്ത്രിക്കുകയാണെന്നാണ്. പക്ഷേ അള്ളാഹ്ക്ക് അങ്ങനെയല്ല. എല്ലാം വീരിച്ച് അഖ്താബ് അബ്ദാലുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വീരിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഓരോട് ചോദിച്ചാൽ മതി, അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമില്ല. എന്നിങ്ങനെ അള്ളാഹുവിനോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ കള്ളമാക്കി വെക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെ നിഷേധിക്കാം. അതാണ് ഒന്നാമത്തെ കുഫർ. വേറൊരു കുഫറുണ്ട്, കുഫറുൽ ഇസ്തിക്ബാർ. അതായത് ഒരു അഹങ്കാരം കൊണ്ട് കുഫർ പറയാം. അതാണിപ്പോൾ ഇതൊക്കെ. ഇബ്ലീസാണ് ആദ്യം പിന്നെ സുജൂദിന് അള്ളാഹ്ക്ക് മാത്രം സുജൂദിന് ഇബ്ലീസ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്തിനാ പറഞ്ഞാൽ ഇസ്തിക്ബാറാണ്. അതായത് അഹങ്കരിച്ചിട്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും മറ്റുള്ളവരെ പിന്നെ അവർ പറയുന്നതിനെ അതിനെ മികച്ചു നിൽക്കാനുമുള്ള ഒരു തരത്തിലുള്ള കുഫറുണ്ട്. കുഫറുൽ ഇബാ എന്നോ കുഫറു തക്കബുർ എന്നൊക്കെ പറയുന്ന കുഫർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അധികം ആളുകൾക്കും മനസ്സിൽ തൗഹീദ് ഉണ്ടാകും, പക്ഷേ കുഫറും ശിർക്കുമാണ് അവർ ജനങ്ങളോട് പറയുക. കാരണം മറ്റൊന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ അവനെ വികസിപ്പിക്കാൻ വേണ്ടി ആ തരത്തിലുള്ള കുഫർ. അതായത് ആദം നബിക്ക് പിന്നെ ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യേ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ധിക്കാര മനോഭാവം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വേറെ ആർക്കും സുജൂദ് ചെയ്യൂല എന്നാണല്ലോ. അതിനൊരു വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. മറ്റൊരു കുഫറുള്ളത് കുഫർ ഇറാദിൻ്റെ കുഫർ എന്ന്. അതും കുഫർ തന്നെയാണ്. കുഫറുൽ ഇറാദ് എന്നാണ് പറയും. കുഫർ ഇറാദ് എന്ന് പറഞ്ഞാൽ സംഗതി ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നെ കൊണ്ടാവില്ല. സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമുക്കത് വേണ്ടെന്ന് പറയാമല്ലോ. അത് ഇറാദ് അവഗണിക്കുക എന്ന് ഇറാദ് എന്ന് പറഞ്ഞാൽ. അതൊരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അത്
അത് ശരിയായി പിന്തുടരേണ്ടതാണ് എന്ന് അറിയുകയും ചെയ്യുക. എന്നിട്ട് അതിനെ അവഗണിക്കുക. എന്തിനാ അവഗണിക്കുന്നത്? ഒന്നുകിൽ സ്ഥാനമാനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവഗണിച്ച് നടക്കുക, ലാഭത്തിന് വേണ്ടി, ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്കും ലാഭത്തിനും വേണ്ടി. അതും കുഫർ തന്നെയാണ്, കുഫറുൽ ഇറാദ്. മറ്റൊരു കുഫറുൽ രീബത്താണ്, സംശയത്തിൻ്റെ കുഫർ. എല്ലാത്തിലും ഒരു യക്കീനുറപ്പില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് എല്ലാത്തിലും ഒരു സംശയം, അങ്ങനെയുണ്ടോ ഈ തരത്തിലുള്ള കുഫർ. മറ്റൊന്നുള്ളത് കുഫറുൽ നിഫാഖ്, ഉള്ളിൽ കാപട്യം മറച്ചു വെക്കുകയും ഉള്ളിൽ കുഫർ മറച്ചു വെക്കുകയും പുറമെ നല്ല ഇഖ്ലാസും ദീനും തൗഹീദും പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ 4-5 തരത്തിൽ മനുഷ്യന്മാർ കുഫറിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുഫർ, മനുഷ്യൻ്റെ കുഫർ, ഹൃദയത്തിൽ കുഫർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിലാണ് വെറുപ്പ്. പുറത്തൊക്കെ തൗഹീദിൻ്റെ കാര്യം പറയുമ്പോൾ പുറമെ നല്ലതായിട്ട് അഭിനയിക്കുകയോ കാണുകയോ ചെയ്യും, മുഖത്തൊന്നും കാണൂല. ഇസ്മ അസ്സത്ത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾ അത് ഇടുങ്ങിപ്പോകും, അല്ലെങ്കിൽ വെറുപ്പ്, അവർക്ക് മനസ്സിൽ വെറുപ്പ് തോന്നും. എന്നാൽ ഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്തവരെ പറ്റി പറയുമ്പോൾ എല്ലാവരും, നമുക്ക് അള്ളയും വേണം, നമുക്ക് മറ്റോലും വേണം, ശൈഖന്മാരും വേണം, ഔലിയാക്കളും വേണം, അതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണം, ഔലിയാക്കളും ശൈഖന്മാരൊക്കെ. പക്ഷേ അവരോടും നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്കും നമുക്ക് വഴിപേടാം, അള്ളാഹ്ക്കും നമുക്ക് നേർച്ച കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാവരെയും കൂടി കൂട്ടിക്കലർത്തി പറയുമ്പോൾ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുന്നു. ഇതായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകളുടെയും അതുപോലെ മദീനയിലുണ്ടായിരുന്ന യഹൂദ നസാറാക്കളുടെയും ഒക്കെ സമ്പ്രദായം. എത്ര പറഞ്ഞാലും അവരത് അംഗീകരിക്കൂല. അങ്ങനെയുള്ള ഒരു തർക്കം വന്നപ്പോൾ ആ തർക്കത്തിൽ എന്തു വേണം, നബിയോടെ പ്രബോധനം ചെയ്യാൻ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ തർക്കത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതെന്താണ്? ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഖുൽ, നബിയെ അവരോട് നിങ്ങൾ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അവരോട് നിങ്ങൾ പറഞ്ഞേക്കുക. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവേ. ഫാത്തിർ എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം, സ്രഷ്ടാവ്, ഖാലിഖ്. പക്ഷേ അറബി ഭാഷയുടെ ശരിക്കുള്ള ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ ആ വിവിധങ്ങളായ ഘടകങ്ങൾ പരസ്പരം കൂട്ടിഘടിപ്പിച്ച് മനുഷ്യനാക്കി മാറ്റി അസംബിൾ ചെയ്ത ആ പ്രവൃത്തിക്കാണ് ഖാലിഖ് എന്നറിയാം. ബദീ എന്നൊക്കെ പറയുന്ന അർത്ഥം. ഫാത്തിർ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ. നമ്മളാരും ഇല്ലായിരുന്നു. എന്തായിരുന്നു നമ്മളൊക്കെ? ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാൻ ഒരു വസ്തു എന്ന് പറയാനുള്ള ഒന്ന് നമ്മൾ ഉണ്ടായിരുന്നില്ലോ. ഇല്ലത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇല്ലത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷേ ബീജം, ആ ബീജത്തിൻ്റെ വളർച്ച, അപ്പോൾ അത് ഗർഭസ്ഥ ശിശു, അപ്പോഴാണ് നമ്മൾ ഇല്ലത് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മളില്ലല്ലോ എന്ന്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹുവേ, ആലിമൽ ഗൈബി വശ്ശഹാദത്തി, ഗൈബും ഷഹാദത്തും അറിയുന്നവനായ അള്ളാഹുവേ. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യകാര്യങ്ങൾ, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ദൃശ്യകാര്യങ്ങൾ. ദൃശ്യം നമുക്കൊക്കെ കുറേ അറിയാം, നമ്മളെന്നാൽ ദൃശ്യത്തിൻ്റെ ആലിമീങ്ങളല്ല. നമ്മൾ കാണുന്നതെല്ലാം നമുക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിന് അതിനെപ്പറ്റി എല്ലാം അറിയാം. അദൃശ്യം, ഖുല്ലാ യഅലമുൽ ഗൈബ മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലല്ലാഹ്, ആകാശത്തിലും ഭൂമിയിലും ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഗൈബും ഷഹാദത്തും അറിയുന്നവനായ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ, അൻത തഹ്കുമു, നീയാണ് വിധി നടത്തുക,
ഹുക്മ് എന്ന് പറഞ്ഞാൽ വിധിക്കുക, ബൈന ഇബാദിക നിന്റെ അടിമകൾക്കിടയിൽ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ അവർ ഇഖ്തിലാഫിലായ കാര്യത്തിൽ, ഫീമാ കാനൂ അവർ ഏതൊരു വിഷയത്തിലായിരുന്നോ യഖ്തലിഫൂൻ ഭിന്നിച്ചത്, ആ വിഷയത്തിൽ നീയാണ് വിധി നടത്തുക എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചത്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊക്കെ ദഅവത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ടൊന്നും ആളുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നമുക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളെ വഴിതെറ്റിക്കരുതേ എന്ന് നമുക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുക. അതുപോലെ നീയാണ് പടച്ചവനെ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ വിധി നടത്തുന്നവൻ എന്ന് പ്രാർത്ഥിക്കാൻ അവരോട് പറയണം. അപ്പോൾ നമ്മളും വേണം പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിൻ്റെ സാദൃശ്യമായ ഒരു പ്രാർത്ഥനയാണ് രാത്രി നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായീൽ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. അതാണ് അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായീൽ, ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും റബ്ബായ അള്ളാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർളി ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ, ആലിമുൽ ഗൈബി വശഹാദ അറിയുന്ന കാണുന്നതും കാണാത്തതും അറിയുന്ന അള്ളാഹുവേ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ജനങ്ങൾ ഭിന്നിച്ച കാര്യത്തിൽ നീയാണല്ലോ വിധി നടത്തുന്നവൻ. ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് സത്യത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള അതിൽ എന്നെ നീ വഴി കാണിക്കണം, നേർമാർഗത്തിലേക്ക് വഴി കാണിക്കണം. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിപ്പിക്കുന്നവൻ നീയാണല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ നീട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ചീനച്ചട്ടിയിൽ വല്ലതും പൊരിക്കുമ്പോൾ കേൾക്കുന്ന ഒച്ച പോലെ ഒരു തരം ഞരക്കം കേട്ടിരുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്നൊക്കെ ഹദീസിൽ നബി ജീവിതത്തിൽ കാണാം. അപ്പോൾ നമുക്കും അതിലാണ് വൈകുന്നേരം വരെ മുശ്രിക്കീങ്ങളുമായിട്ടും യഹൂദുകളുമായിട്ടും നസറാക്കളുമായിട്ടൊക്കെ പ്രബോധനം ചെയ്തിട്ടും സത്യം ബോധ്യപ്പെട്ടിട്ടും മനസ്സിലാക്കാത്ത ആളുകളുടെ കാര്യത്തിൽ പഠിച്ചവനെ എന്നെ വഴി തെറ്റിക്കരുതേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ വഴി കാണിക്കണം, എന്ത് തർക്കം ഉണ്ടായാലും. അപ്പോൾ ഒരു തർക്കത്തിൽ നമ്മുടെ അവസാനത്തെ നിലപാട് അതായിരിക്കണം. അല്ലാതെ തർക്കിച്ച് അവൻ്റെ കൂടെ ആൾ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുകയും, അല്ലെങ്കിൽ തർക്കിച്ച് ജയിച്ചോൻ്റെ കാര്യത്തിൽ ജയിച്ചോൻ്റെ കൂടെ നമ്മൾ അടിയറ വെക്കുക അല്ല വേണ്ടത്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എപ്പോഴും വഴി കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ തർക്കം മികച്ചു നിന്നാലും നമ്മളെ അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇനി വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബി. വലൗ അന്ന ലില്ലദീന ളലമൂ അക്രമികളായ ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ, അല്ല തീർച്ചയായും, ലില്ലദീന ളലമൂ അക്രമികളായ ആളുകൾക്ക് ലൗ ഉണ്ടായിരുന്നെങ്കിൽ, മാഫിൽ അർളി ഭൂമിയിലുള്ളത്, ജമീഅൻ എല്ലാം, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, അതിൽ ഭൂമിയിലെ സമ്പത്തുക്കളും തോട്ടങ്ങളും ഭൂമികളും വെള്ളവും മരങ്ങളും അവിടെയുള്ള നിക്ഷേപങ്ങളും ഭൂമിക്കുള്ളിലുള്ള നിക്ഷേപങ്ങളും എല്ലാം ഒരാളുടെ ഉടമയാണ് എന്ന് സങ്കല്പിക്കുകയാണ് ആയിരുന്നെങ്കിൽ, ഒബിസ്ലഹൂമാഹു ഭൂമിയിൽ അതിൻ്റെ കൂടെ അതിൻ്റെ അത്രയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പത്തും നിക്ഷേപങ്ങളും, അത്രയും കൂടിയുള്ള സമ്പത്തും നിക്ഷേപങ്ങളും
ഒരാൾക്ക് ഉണ്ടാകുകയും എന്നിട്ട് അവൻ പരലോകത്ത് താൻ തെറ്റു ചെയ്തു പോയല്ലോ, രക്ഷപ്പെടാത്ത ഒരവസ്ഥ കാണുമ്പോൾ ലഫ്തദൗ ബിഹി മിൻ സൂഇൽ അദാബ്, ചീത്തയായ ഏറ്റവും മോശപ്പെട്ട ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഫ്തദൗ ബിഹി, അവർ ഈ തൻ്റെ സമ്പത്ത് മുഴുവനും ഫിദിയയായിട്ട് പ്രായശ്ചിത്തമായി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഖിയാമത്ത് നാളിലെത്തുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും വഴിപ്പെടാതെ ജീവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷ കാണുമ്പോൾ അതിന് പ്രായശ്ചിത്തം നടത്താൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഭൂമിയിലുള്ളതെല്ലാം അവൻ്റെ ഉടമയിലാണ്, അത്രയും കൂടി ഉണ്ട്, അതെല്ലാം കൂടി അവർ ലഫ്തദൗ ബിഹി, അവർ ഫിദിയ കൊടുക്കുമായിരുന്നു, പ്രായശ്ചിത്തം കൊടുക്കുമായിരുന്നു എന്നാണ്. മിൻ സൂഇൽ അദാബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഏറ്റവും ചീത്തയായ മോശപ്പെട്ട ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. അതായത് അതിൻ്റെ ഗൗരവമാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഏതൊരു ദരിദ്രനായ ഒരാൾക്കും പെട്ടെന്ന് മാരകമായി ഒരു അപകടമുണ്ടായി എന്ന് വിചാരിക്കുക, നഊദുബില്ല, ഒരു അപകടം ഉണ്ടായാൽ എത്ര ചിലവായാലും വേളിയില്ല, എൻ്റെ വീടും പറമ്പും എൻ്റെ കടപ്പാടം വിറ്റാലും വേണ്ടിയില്ല, ഓൻ അതിൽ നിന്ന് രക്ഷപ്പെടണം, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണല്ലോ മനുഷ്യൻ്റെ മനസ്സ്. അതാണ്. അതുപോലെ പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയായില്ല, നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് നമുക്ക് വരാനിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ തൻ്റേത് മുഴുവനും, തൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഭൂമിയും അത്രയും കൂടി അവൻ്റെ മുതലുണ്ട്, അതൊക്കെ ചെലവഴിക്കാൻ അവൻ തയ്യാറാകുമായിരുന്നു. അതാ ഉപദാലുഹും, അവർക്ക് ബദാ ലഹറാന്ന, വെളിപ്പെടും, അവർക്ക് വ്യക്തമാകും, മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന്, മാലം യകൂനു യഹ്തസിബൂൻ, അവർ കണക്ക് കൂട്ടാത്ത കാര്യങ്ങൾ. ഈ യഹ്തസബ എന്ന് പറഞ്ഞാൽ അവർ കണക്ക് കൂട്ടി, അവർ ചിന്തിച്ചു, അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ ശിക്ഷ. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ശിക്ഷിക്കുന്ന ഭീകരനല്ല. പക്ഷേ എല്ലാ കാരുണ്യത്തിൻ്റെ വാതിലുകളും അള്ളാഹ് തുറന്നു കൊടുക്കുകയും അതിൽ കൂടി കടന്നു പോകാനുള്ള അവസരം നൽകുകയും കുറേ കാലം കടന്നു പോകാതിരുന്നാലും ഒന്ന് പശ്ചാത്തപിച്ചാൽ എല്ലാ പാപങ്ങളും പുറത്ത് ശുദ്ധമാക്കുകയും ചെയ്യാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടും ഈ കാരുണ്യവും ഈ പശ്ചാത്താപിക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഒക്കെ മറന്ന് ധിക്കാരത്തിൽ ഉറച്ചു ജീവിക്കുന്നവന് മാലം യകൂനു യഹ്തസിബൂ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കാത്ത ശിക്ഷ അവർക്ക് അവിടെ വെളിപ്പെടും. അപ്പോൾ അള്ളാഹു തആല നീതി നടപ്പിലാക്കും. ആ നീതി എന്താ എന്ന് പറഞ്ഞിട്ടും എല്ലാ അവസരം കൊടുത്തിട്ടും ശിക്ഷയിൽ നിന്ന് തെറ്റായ ജീവിതം മാറ്റാത്ത ആളിനോട് പിന്നെ അള്ളാഹുവിൻ്റെ നീതി അവനെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അത് അവർ മാക്കാനു യഹ്തസിബൂൻ, അവർ ചിന്തിക്കാത്തത് അവർ ആളുകൾ പറഞ്ഞിരുന്നു അത്രേ. ഇനിയിപ്പോൾ ഏറിയാൽ പരലോകത്ത് എന്താ ഒരു ചെറിയ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ അതല്ല, അവർ ഒരിക്കലും നിരക്കാത്ത, കണക്ക് കൂട്ടാത്ത കാര്യം അവർക്ക് വെളിപ്പെടും എന്നുണ്ടെങ്കിലും പ്രായശ്ചിത്തത്തിന് മനുഷ്യൻ തയ്യാറാകും. ഉപദാലുഹും, അവർക്ക് വെളിപ്പെടും, അവർക്ക് വ്യക്തമാകും. സയ്യിആത്തുമാ കസബൂ, അവർ പ്രവർത്തിച്ചതിൻ്റെ സയ്യിആത്തുകൾ, തിന്മകൾ. കസബ എന്ന് പറഞ്ഞാൽ നേടി, സമ്പാദിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിച്ചു. മാ കസബൂ, അവർ പ്രവർത്തിച്ചത് എന്തുണ്ടോ ആ സയ്യിആത്ത് അവർക്ക് വെളിപ്പെടും. അപ്പോൾ നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അതിൻ്റെ ഇടയിൽ സയ്യിആത്തുകൾ നമ്മളതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സയ്യിആത്തിൻ്റെ ശിക്ഷ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. പക്ഷേ എന്തേ മാർഗമുള്ളൂ? അതൊക്കെ ഡിലീറ്റ് ചെയ്ത് സയ്യിആത്ത് ഉണ്ടാകുമ്പോൾ ഒക്കെ ശരിയാക്കി മായ്ച്ച് പോകണം. അതിനാണ് ഇസ്തിഗ്ഫാർ. ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അള്ളാഹു അവർക്കതാണ്. നമ്മളൊരുപാട് ഒരു പേജ് നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കി,
അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഓരോ തെറ്റുകളും കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ തിരുത്തി പോകുമ്പോൾ വായിച്ച് തീരുമ്പോഴേക്ക് അത് ക്ലിയറാവും. അതുപോലെ നമ്മളെ ജീവിതം നമുക്കൊരു പക്ഷേ ഒരു ഒന്ന് 10-60 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് അവസാനം തിരുത്താൻ വിചാരിച്ചാൽ തിരുത്തിക്കൊള്ളണമെന്നില്ല, തിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. ഇനി അള്ളാഹു താല അവസാന നിമിഷത്തിൽ നമ്മൾ തൗബ ചെയ്തു എന്ന് വിചാരിക്കാം, എന്നാൽ ചിലപ്പോൾ അള്ളാഹു താല പുറത്തു തന്നേക്കും. പക്ഷേ തൗബ ചെയ്യാൻ ഇത്രയും കാലം താമസിച്ചാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങളുടെ ഒരു അക്കൗണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ, പുറത്തു തരലുള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഓരോ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പശ്ചാത്തപിച്ച് പോകണം എന്ന് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ഒക്കെ ഓരോന്ന് വൈദാഫാലു ഫാഹിഷത്തൻ, അവരൊരു മോശപ്പെട്ട ചീത്തയായ കാര്യം പ്രവർത്തിച്ചു, ഔ ലലമു അംഫുസഹും, അല്ലെങ്കിൽ സ്വന്തങ്ങളോട് എന്തെങ്കിലും തെറ്റ് അക്രമം ചെയ്തു, ദക്കറുല്ലാ, അപ്പോൾ അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അപ്പോൾ അവർ കുറ്റത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അതാണ് മനുഷ്യൻ്റെ രീതി, വിശ്വാസിയുടെ രീതി. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഈ പാപങ്ങൾ പുറത്തു തരാൻ ആരാളുള്ളത് വേറെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം 100 പാപം ചെയ്തു, 100 ഇസ്തിഗ്ഫാറും ചെയ്തു, അത് അള്ളാഹ് ചെയ്യും. നമ്മൾക്ക് മനുഷ്യന്മാർക്കത് കഴിയില്ല. എത്ര നേരമായി ഇതിനോട് എത്ര വട്ടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അവസാനം പുറത്തു കൊടുക്കൂല. അള്ളാഹ് അതല്ല, 1000 തെറ്റൊരു ദിവസം ചെയ്താലും ഇസ്തിഗ്ഫാറിനനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കും. അതാണ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ആരാ നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? എന്നാൽ വലം യുസിറു അലാ മാ ഫഅലു, ചെയ്യുന്ന തിന്മയിൽ ഉറച്ചു നിൽക്കുകയില്ല, വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സയ്യിആത്ത് എത്ര ചെറിയതാണെങ്കിലും അള്ളാഹ് അവിടെ കാണിച്ചു കൊടുക്കും. വബദാലഹും സയ്യിആത്തു മാ കസബു, അവർ ചെയ്തതിൻ്റെ തിന്മകൾ അവർക്ക് വെളിപ്പെടും. വഹാഖ ബിഹിം, അവർക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ അവരിൽ വന്ന് ഭവിക്കും, മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചിരുന്ന കാര്യങ്ങൾ. അവർ അള്ളാഹുവിനെയും ദീനിനെയും എന്താണ് പരിഹസിച്ചിരുന്നത്, അത് അവരിൽ വന്ന്, ഹാക്ക എന്ന് പറഞ്ഞാൽ നസല, അവരിൽ വന്ന് ഭവിക്കും. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون. وإذا مس الإنسان, മനുഷ്യനെ ബാധിച്ചാൽ, മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യനെ ബാധിച്ചാൽ, ളുറുൻ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ബാധിച്ചാൽ, ദആന, അവൻ നമ്മളോട് പ്രാർത്ഥിക്കും. ഏതൊരു മനുഷ്യൻ്റെയും പ്രകൃതം അതാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. കുടുങ്ങിയ നേരത്ത് ദആന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹു തആല നിഅമത്തൊക്കെ കൊടുത്താൽ പിന്നെ അള്ളാഹുവിനെ മറന്നു പോകും. അതൊരിക്കലും ഉണ്ടാവരുത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ദുരന്തങ്ങളും പ്രയാസവും ദാരിദ്ര്യവും രോഗങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കാണും. അങ്ങനെ നമ്മളെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റു സുഹൃത്തുക്കളും മറ്റുമൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ആയിരിക്കാം അല്ലാഹു നമുക്ക് രക്ഷ തന്നത്. ഒരുപക്ഷെ നമ്മളെ ദുആ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മക്കളോ, ഭാര്യയും മക്കളോ, ഭർത്താവും മക്കളോ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കാം നമ്മളെ രോഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന്, നമ്മളെ കടത്തിൽ നിന്ന്, നമ്മുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ സ്വഭാവം എന്താ? പിന്നെ ഞാൻ അങ്ങനെ കഅല്ലം യദൂന ഇലാ ളുർരി മസ്സഹു, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പോലും തോന്നാത്ത വിധം അവൻ നന്ദി ചെയ്യാതെ അള്ളാഹുവിനെ മറന്നു പോകും.
ഇത് എല്ലാ മനുഷ്യരുടെയും പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഇദാ മസ്സൽ ഇൻസാന ലുറുൻ, ഒരു മനുഷ്യന് ലുറ് ബാധിച്ചാൽ ദഅന, അവൻ നമ്മളോട് ദുആ ചെയ്യും. സുമ്മ, പിന്നീട് ഇദാ ഖവ്വൽനാഹു, അവന് നാം കൊടുത്താൽ, അതിന് പകരമായി കൊടുത്താൽ, ആ ലുറ് ഒഴിവാക്കിയിട്ട് അതിന് പകരമായി നിഅമത്തൻ മിന്നാ, നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള നിഅമത്ത് കൊടുത്താൽ, ഖാല, അവൻ പറയും, അല്ലെങ്കിൽ അവൻ പ്രകടിപ്പിക്കും. എന്താ പ്രകടിപ്പിക്കൽ? ഇല്ലമാ ഊതീതുഹു അലാ ഇൽമിൻ, എൻ്റെ അറിവോട് കൂടിയാണ് എനിക്കത് കിട്ടിയത്, എൻ്റെ അറിവോട് കിട്ടിയതാണ്. അത് ഞങ്ങൾ പരീക്ഷണം നടത്തിയിട്ട്, അപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മളാകെ പേടിച്ച് എല്ലാവരും കൂടി ഒളിഞ്ഞ് ഓടി ആകെ മൂടി പൊരച്ച് നടന്ന് പഠിച്ചവനോട് പ്രാർത്ഥനയും വലിയൊക്കെ പ്രാർത്ഥന. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളുടെ വാക്സിൻ്റെ ഫലമാണ്, നമ്മുടെ സർക്കാരിൻ്റെ സൂക്ഷ്മതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ശക്തിയാണ് എന്നൊക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പഠിച്ചവൻ അതിലെന്തെങ്കിലും ചെയ്തോ ഇല്ലേ നമ്മൾ പറയുന്നില്ല. മനുഷ്യൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടാണ്. ഞാനുണ്ടല്ലോ, ഞാൻ കോവിഡ് എൻ്റെ പരിസരത്തുണ്ടായിട്ടും ഞാൻ അതിനോട് കഴിച്ചിലായി. ഞാൻ ശരിക്കും ഇഞ്ചക്ഷനൊക്കെ നടത്തിയിട്ട് സൂക്ഷിച്ച് നടന്നു എന്നാണ് നമ്മളൊരു ഭാവം. അതാണ് അത് ഏത് ഒരു തിന്മക്കും അങ്ങനെ തന്നെയാണുള്ളത്. അതാണ് അതായത് അത് നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടു, അത് നമ്മളുടെ പ്രാപ്തി കൊണ്ട്, അല്ല ഇൽമിൽ നിന്ന്, നമ്മുടെ ഇൽമു കൊണ്ടാണ്, നമ്മുടെ അറിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്ന ഒരു ധാരണ അതൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു താല ചിലപ്പോൾ നിയമത്ത് നൽകും, ചിലപ്പോൾ അള്ളാഹു താല നിഖ്മത്ത് ശിക്ഷ നൽകും. ശിക്ഷ നൽകുമ്പോൾ നമ്മൾ ക്ഷമിച്ച് ജീവിക്കുക, പ്രാർത്ഥിക്കുക. അതിൽ നിന്ന് അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ പറയും, പണ്ട് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, പിന്നെ ഞാൻ ഗൾഫിൽ പോയി, അതല്ലെങ്കിൽ മറ്റേ കച്ചവടം തുടങ്ങി, അതിലാണ് ഞാൻ നല്ല ശ്രദ്ധിച്ചാണ് ചെയ്തപ്പോൾ ഞാനത് രക്ഷപ്പെട്ട് ഇപ്പം എനിക്ക് പ്രയാസമൊന്നുമില്ല എന്ന് നമ്മളിങ്ങനെ ഒരു അഭിമാനിക്കായിരിക്കും. അതൊന്നുമല്ല, പഠിച്ചോൻ തരലാണ്, വേറൊന്നുമല്ല, പഠിച്ചോൻ തന്നത് തന്നെയാണ്. അതാ അള്ളാഹ് പറയുന്നത്, സുമ്മ ഇദാ ഖവ്വൽനാഹു ഇദാ മസ്സൽ ഇൻസാന ളുറുൻ ദഅന, പ്രയാസങ്ങൾ ഒരാളെ ബാധിച്ചാൽ അവൻ നമ്മോട് പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമത്തൻ, അതിന് പകരമായി നിഅമത്ത് നൽകിയാൽ, അനുഗ്രഹം നൽകിയാൽ, മില്ല, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നിഅമത്ത് നൽകിയാൽ, ഖാല, അവൻ ഇങ്ങനെ പറയാണ്, ഇല്ലമാ ഊതീതുഹു, എനിക്ക് ആ നിഅമത്ത് എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ, അറിവോടുകൂടിയാണ്. അതായത് എനിക്കതൊക്കെ അറിയായിരുന്നു, നീന്നൊക്കെ ഞാൻ രക്ഷപ്പെടും, ഞാൻ കഴിച്ചില്ലാവെന്ന് എനിക്ക് അറിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അറിവിൻ്റെ മഹത്വം കൊണ്ടാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് രണ്ട് വേറെയും വ്യാഖ്യാനമുണ്ട്, അലാ ഇൽമിൻ മിനല്ലാഹ്, ഇല്ലമാ നിഅമത്തു അലാ ഇൽമിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയാം എന്ത് ആ നിഅമത്ത് കിട്ടാൻ ഞാൻ അർഹനാണ്. അവർ വല്ലാത്ത ധിക്കാരം തന്നെയാണ്. നമുക്ക് സുഖവും സൗകര്യവും കിട്ടിയാൽ ആ ഇൽമിൻ അള്ളാഹ്ക്കറിയാം, ഇല്ല രക്ഷിക്കണം, എൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹ്ക്കറിയാം. കാരണം ഞാൻ അതിനൊക്കെ അർഹനും ഞാൻ പ്രമാണിയുമാണ്. വലീദ് ഇബ്നു മുഗീറിനെ പോലുള്ള ആളുകൾ പറഞ്ഞിരുന്നു അത്രേ മുഹമ്മദ് നബിയോട്, എന്താ നീ ഒരു പട്ടിണി പാവം, എന്നിട്ട് അള്ളാഹ് പ്രവാചകൻ എന്നൊക്കെ പറയുന്നു, ആഖിറം പറഞ്ഞ് ഞങ്ങൾ പീഡിപ്പിക്കുകയാണ്. അള്ളാഹ്ക്കറിയാം ആരാ മാലിന്യന്മാരെന്നൊക്കെ. ഞങ്ങളും പരലോകത്ത് എന്നാൽ അള്ളാഹ് ഞങ്ങളെ പരിഗണിച്ച് ഇതേ മഹത്വവും പ്രമാണിത്വവും ശക്തിയൊക്കെ പഠിച്ചോ ഞങ്ങൾക്ക് പരലോകത്ത് തരും, നീ അവിടെയും പട്ടിണിപ്പാവായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. അതല്ല ഇൽമി മിനല്ലാഹി അല്ലീ ലഹു മുസ്തഹിഖുൻ, ഞാൻ നിയമത്തിന് അർഹനാണെന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല എന്ന്. അല്ലെങ്കിൽ വേറൊരു നിലക്ക് ഞാൻ മാന്യനാണ്, ഞാൻ മഹാനാണ്, അതുകൊണ്ട് എനിക്കെൻ്റെ അറിവുകൊണ്ടും എൻ്റെ തന്ത്രം കൊണ്ടുമാണ് കിട്ടിയത് എന്നൊക്കെ മനുഷ്യൻ അഹങ്കരിക്കും. ബൽ ഹിയ ഫിത്നത്തുൽ, അള്ളാഹു അത് ഫിത്നയാണ്, പരീക്ഷണമാണ്. അതായത് ളുറ് തരുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, നിഅമത്ത് തരുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതാണ് നമ്മൾ ജീവിതത്തിൽ ഓർക്കണം എന്ന് അള്ളാഹ് പറയുന്നത്. നമുക്ക് പ്രയാസങ്ങളുണ്ടോ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നുമല്ല. ശിക്ഷയാണെങ്കിൽ അമ്പിയാക്കന്മാർക്ക്
ലുറ് അല്ലീ മസനിയൽ ലുറു. അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, വ അയ്യൂബ ഇതിനാദാ റബ്ബഹു അല്ലീ മസനിയൽ ലുറു. അയ്യൂബ് നബി പ്രാർത്ഥിച്ചല്ലോ, പടച്ചോനെ ലുറ് ബാധിച്ചു. അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ടൊന്നുമല്ലല്ലോ, അതൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. അത് നമ്മുടെ അങ്ങനെ തന്നെയാണ്. ആ കാലാകാലം നമ്മൾ ലുറാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ നമ്മളുടെ വ്യാപാര വ്യവസായത്തിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, നമുക്ക് രാജ്യത്തുള്ള പ്രശ്നം, നമുക്ക് രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അത് നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കാലാകാലം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അതൊരു പരീക്ഷണമാണ്. എന്നാൽ എഴുമത്ത് കിട്ടിയാൽ അതും പരീക്ഷണമാണ്. ബലിയ ഫിത്ന പരീക്ഷണമാണ്. അപ്പോൾ നമുക്കതാണ്, നമുക്ക് ഇപ്പോൾ രോഗം മറ്റൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോൻ കാലാകാലം നമ്മളെങ്ങനെ ആക്കിയെന്ന് നമ്മൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മളെന്നും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ നിയമത്ത് തരുമ്പോൾ അത് എനിക്കെങ്ങനെയാണ് അതും നമ്മൾ നോക്കേണ്ടതില്ല, അതും പരീക്ഷണമാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. പക്ഷെ അധിക പേരും ഇത് മനസ്സിലാക്കുന്നില്ല. നിയമത്ത് തന്നോല് അവരുടെ നിയമത്തേറ്റ് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കഷ്ടപ്പെടേണ്ടപോലെ നിരാശരായി നമ്മളിങ്ങനെ തന്നെയാണ് എന്നും പട്ടിണിപ്പാവങ്ങൾ അങ്ങനെ ജീവിക്കുകയാണ് ആളുകൾ. അത് അറിയുന്നില്ല അധിക പേരും. ഖദ് ഖാലഹ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ നിയമത്തൊക്കെ കൊടുത്തപ്പോൾ ഖാറൂനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, ജനങ്ങൾ അവനോട് പറഞ്ഞു, ലാ തുഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീൻ, നീ അധികം അമിതമായി സന്തോഷിക്കൊന്നും വേണ്ട. നിന്റെ സമ്പത്ത് ആതീനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതുനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തുഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീൻ. അദ്ദേഹത്തിൻ്റെ താക്കോൽ കൂട്ടം വഹിക്കുന്ന പട്ടാളക്കാർ വരെ, ഒരു വലിയ സംഘം പട്ടാളക്കാരായിരുന്നു താക്കോൽ കൂട്ടം വഹിച്ചിരുന്നത്. അതിന് മാത്രം പ്രഗത്ഭനായിരുന്നു, മുതലാളിയായിരുന്നു എന്ന്. കുനൂസ്, നിധികളുള്ള ആളായിരുന്നു, ശേഖരങ്ങളുള്ള ആളുകൾ. പക്ഷേ അത് നശിച്ചു പോയില്ലേ. ഖദ് ഖാലഹ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫമാ അഗ്നാ അൻഹും, അപ്പോൾ അവർക്ക് ഉപകരിച്ചില്ല. മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു വെച്ചതൊന്നും. ആ സമ്പാദ്യമൊക്കെ തകർന്നുപോയി. അത് തന്നെയായിരിക്കും മറ്റുള്ളവരുടെയും സ്ഥിതി. ഫഅസാബഹും, അപ്പോൾ അവരെ ബാധിച്ചു. സയ്യിആത്തു മാ കസബൂ, അവർ പ്രവർത്തിച്ചതിൻ്റെ തിന്മകൾ. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ തിന്മ നമ്മൾ തന്നെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും, ദുനിയാവിൽ വെച്ച് തന്നെ. വല്ലദീന ളലമൂ മിൻ ഹൗലായി, ആ കൂട്ടത്തിൽ അക്രമികളായ ആളുകൾ, സയുസീബുഹും സയ്യിആത്തു മാ കസബൂ, അവർ ചെയ്തതിൻ്റെ തിന്മ പിന്നീട് അവരെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞുപോയ പല ആളുകൾക്കും അഹങ്കരിക്കുകയും നിയമത്ത് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് പറയുകയും ചെയ്തവർക്ക് അത് അനുഭവിച്ചു, ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചു. ഇനി അക്രമികളായ ആളുകൾക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ സയുസീബുഹും സയ്യിആത്തു മാ കസബൂ, അവർ പ്രവർത്തിച്ചതിൻ്റെ തിന്മകൾ പിന്നീട് അവരെ ബാധിക്കും. വമാ ഹും ബിമുഅ്ജിസീൻ, അള്ളാഹുവിനെ ശക്തിയില്ലാത്തവനാക്കാൻ അവർക്ക് സാധ്യമല്ല. മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ അശക്തനാക്കുന്നവൻ എന്നാണ്. വമാ ഹും ബിമുഅ്ജിസീൻ അല്ലാഹ, അള്ളാഹുവിനെ അശക്തനാക്കാൻ അവർക്കാർക്കും കഴിയില്ല. അള്ളാഹു എന്നും ഖാദിറാണ്, കവിയാണ്, ശക്തനാണ്, കഴിവുള്ളവനാണ്. അള്ളാഹിൻ്റെ കഴിവ് ഒരിക്കലും അവർക്ക് തകർക്കാൻ കഴിയില്ല. അവലം യഅലമൂ, അവർ അറിയുന്നില്ലേ, അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ, അള്ളാഹു തആല റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. ബസത്ത എന്ന് പറഞ്ഞാൽ വിശാലമാക്കി. യബ്സുത്തു റിസ്ഖ, അള്ളാഹു തആല റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക്. വയഖ്ദിറു, അവൻ ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതവരറിയുന്നില്ലേ, കാണുന്നില്ലേ. ചില ആളുകൾക്ക് അള്ളാഹു തആല റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ തോന്നിവാസികളും മാനും പാപ്പാനും നോക്കാത്ത ആളുകൾ, നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ, കള്ളന്മാർ, വഞ്ചകന്മാർ, കൈക്കൂലിക്കാർ, ഏറ്റവും വലിയ അക്രമികൾ, അവർക്ക് അള്ളാഹു സുഖമായി റിസ്ഖ് നൽകുന്നു.
ആഹാരം മാത്രമല്ല റിസ്ക്, ജീവിത സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദാനമാണ്. അതാ റിസ്ക് എന്ന് പറഞ്ഞാൽ ദാനം. അത് ആഹാരമടക്കമുള്ള എല്ലാം നാട്ടിലെ ആർക്കും വേണ്ടാത്ത തോന്നിവാസികൾക്ക് യബ്സുത്തു റിസ്ഖ അള്ളാഹു കൊടുക്കുന്നു. എന്നാലോ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നല്ല നല്ല മനുഷ്യന്മാർക്കും അള്ളാഹു തആല ചിലപ്പോൾ റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. വയഖ്ദിറു, അവൻ ചുരുക്കി കൊടുക്കുന്നു. ചിലപ്പോൾ തോന്നിവാസിക്ക് റിസ്ക് കൊടുക്കാത്തതുണ്ടാവാം. എന്നാൽ ഏറ്റവും നല്ല ഭക്തന്മാർക്ക് അള്ളാഹു തആല ഒന്നും കൊടുക്കാതെ പട്ടിണിപ്പാവങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ റിസ്ക് ഈ ലോകത്ത് അള്ളാഹു തആല വിശാലമാക്കുന്നുണ്ട്, ചുരുക്കുന്നുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ മശീഅത്താണ്. അള്ളാഹുവിൻ്റെ മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അതവൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്നും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ്. നമുക്ക് വിശാലമായി കിട്ടിയാൽ നമ്മൾ ആ നിയമത്തിന് നന്ദി ചെയ്ത് ജീവിക്കുക. നമ്മൾക്ക് കുറച്ച് കിട്ടിയാൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉള്ളതിൽ ക്ഷമിക്കുകയും ചെയ്ത് ജീവിക്കുക. അതാണ് വിശ്വാസിക്ക് അള്ളാഹു കൽപ്പിച്ചത്. അതാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമിൻ ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക് ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള ഈ സുന്നത്ത് നടപടികളിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു ഇതനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ.